ഹായ് ഹലോ, ഞാൻ അലീന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യാത്രകൾ ചെയ്യാനും കാഴ്ചകൾ കാണാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ഞങ്ങളും പോയൊരു യാത്ര അങ്ങ് ഹിമാചലിലേക്ക്. അപ്പോൾ വെൽക്കം. ഷിംലയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷൻ. ഞങ്ങളുടെ റൂമെത്തി. ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. അന്ന് വൈകുന്നേരത്തേക്ക് വേറെ പ്രത്യേകിച്ച് പ്ലാൻസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഊര് ചുറ്റാൻ ഇറങ്ങി. അപ്പോൾ ആ നാട്ടിലെ ആൾക്കാർ പറഞ്ഞു, ഈ മലയിൽ നിന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു അമ്പലമുണ്ട്, അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വായോ. അങ്ങനെ മലയുടെ മുകളിലുള്ള അമ്പലം കാണാനുള്ള പോക്കാണിത്. നടന്നിട്ട് എവിടെ എത്തുന്നില്ല, അമ്പലം കാണാനില്ല, ആരെയും കാണാനില്ല. നമുക്ക് വളരെ പരിചിതമായ സ്ഥലമായതുകൊണ്ടും തീരെ പേടിയില്ലാത്തതുകൊണ്ടും ഞങ്ങൾ മെല്ലെ തിരിച്ചിറങ്ങി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ, ആസ് യൂഷ്വൽ ഞങ്ങളുടെ കുറേ അലകുലത്ത് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുത്ത് നടന്നു. യാത്രകൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് ഡിവൻചേട്ടൻ. ലോകം മൊത്തം ഒന്നും ചുറ്റിക്കറങ്ങി കാണാൻ പറ്റിയില്ലെങ്കിലും ഇന്ത്യ, അതും അങ്ങ് അറ്റം വരെ എത്തിയില്ലെങ്കിലും ഏറെക്കുറെ ആയില്ലോ. അങ്ങനെയാണ് ഹിമാചലിലേക്ക് പോകുന്നത്. പിന്നെ മെയിനായിട്ട് മഞ്ഞിൽ കളിക്കാമല്ലോ. ടോട്ടൽ 14 ദിവസത്തെ യാത്രയായിരുന്നു. അതിൽ 6 ദിവസത്തെ ഷിംല മണാലി പാക്കേജ്, ദെൻ 4 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ട്രെയിനിലായിരുന്നു യാത്ര. പിന്നെ 2 ദിവസം പഞ്ചാബ് ചണ്ഡീഗഡ് ഒന്ന് കറങ്ങി. ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്ന് പോയൊരു യാത്രയായിരുന്നു കേട്ടോ ഇത്. പുതിയ ആൾക്കാർ, പുതിയ സ്ഥലങ്ങൾ, പുതിയ കാഴ്ചകൾ, വേറെ ഒരു ലോകം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് വൈകുന്നേരം വരെ ആ ഗ്രാമം മൊത്തം ചുറ്റിക്കറങ്ങി കണ്ടു. ആരുടെയൊക്കെയോ പറമ്പിൽ കൂടെ നടക്കുന്ന വീഡിയോ ആണ് കേട്ടോ അത്. അവിടുത്തെ പശു ഞങ്ങളെ കുത്താതിരുന്നത് ഭാഗ്യം. അങ്ങനെ ഞങ്ങളുടെ ഷിംലയിലെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഞങ്ങൾ നേരെ റൂമിൽ പോയി സുഖമായി കിടന്നുറങ്ങി. അങ്ങനെ സെക്കൻഡ് ഡേ ആക്ടിവിറ്റീസ് ആയിരുന്നു ഇന്നത്തെ പ്ലാനിലുണ്ടായിരുന്നത്. പിന്നെ അതേ ഇങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ചെറിയ ചെറിയ പ്രഹസനങ്ങൾ, ഡാൻസ് എന്നൊക്കെ വിളിക്കാമെന്ന് തോന്നുന്നു അല്ലേ. കണ്ടാലറിയാലോ, പ്രൊഫഷണൽ ഡാൻസേഴ്സാണ്. അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. ദേ ഇങ്ങനെ കുതിരപ്പുറത്ത് 3 കിലോമീറ്ററോളം ഉള്ളിലോട്ട് പോകണം. ജിപ്സിയിലാണ് ഇവിടം വരെ വന്നത്. ഇവിടെ നിന്ന് കുതിരപ്പുറത്ത് ഈ മെല്ലെ കയറ്റം കയറി പോകുന്ന ചേട്ടനെ നോക്കണ്ട. കയറ്റം കഴിഞ്ഞ് ഇറക്കം എത്തുമ്പോൾ ചേട്ടനൊരു ഓടിക്കലുണ്ട്. എൻ്റെ കുതിരപ്പുറത്ത് കയറണം എന്നുള്ള ആഗ്രഹം ഇതോടുകൂടി അവസാനിച്ചതായിട്ടാണ് എനിക്ക് തോന്നണേ. അപ്പോൾ കുതിരപ്പുറത്തുള്ള സവാരിയുടെ ഞാൻ ലൈവ് ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കാം. ഞാൻ ഈ പറയുന്നതിനേക്കാളും രസം അതായിരിക്കും. അപ്പോൾ ഓക്കെ, അത് കേട്ടോളൂ. ഓട്ടം വെച്ചടാ. പിന്നോട് നല്ല വിളിക്കുക. അവർക്ക് അറിയാം ചേട്ടാ. ഓടിക്കല്ലേ. നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞു എന്ന്. ഇല്ല, ഇനി വീണ്ടും MTVയിൽ വേണം സ്പോട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി സിപ്പ് ലൈൻ. എളുപ്പമാണല്ലോ, വെറുതെ കയറിയിരുന്നാൽ മതി. ഫോൺ വീഡിയോ എടുക്കാൻ ഈ ചേട്ടനിൽ കൊടുത്തുകൊണ്ട് തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് കയറി വരേണ്ടി വന്നു. സെക്കൻഡ് ആക്ടിവിറ്റി കണ്ടില്ലേ, അങ്ങോട്ടേക്ക് പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഇങ്ങോട്ടേക്ക് വരാൻ സിമ്പിളാണ്. ഇതേ ഞാൻ വരണ കണ്ടില്ലേ. അങ്ങനെ മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടന്നു. ഡുവിനായിട്ട് എത്ര സിമ്പിളായിട്ടാണ് നടന്നു പോകണല്ലേ. ഞാനും അതിൽ പ്രചോദനം ഉൾക്കൊണ്ട് കയറി. പക്ഷെ വിചാരിച്ച പോലെ കാലൊന്നും എങ്ങോട്ടേക്ക് എത്തുന്നില്ല. എന്താണാവോ. അതോടുകൂടി ഞാൻ എൻ്റെ ആക്ടിവിറ്റീസിനോടുള്ള മോഹം അവസാനിപ്പിച്ചു. പക്ഷെ ഡുവിനായിട്ട് തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ഒന്നുപോലും വിടാതെ എല്ലാ ആക്ടിവിറ്റിയും ചെയ്തിട്ടുണ്ട്. കാശ് കൊടുത്ത് കയറിയതാണല്ലോ, നമ്മൾ മുതലാക്കണമല്ലോ. അങ്ങനെ ഇതാ അവസാനത്തെ ആക്ടിവിറ്റി. എത്ര ഈസി ആയിട്ടാണ് കയറിപ്പോകുന്നത് നോക്കിയേ. പക്ഷേ ഇതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ നാണം കിടുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സോ ഞാൻ കാഴ്ചക്കാരിയായിട്ട് പുറത്തിരുന്നു. അങ്ങനെ മിലിറ്ററി ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. നിങ്ങളീ കാണുന്നത് ആപ്പിൾ തോട്ടമാണ് കേട്ടോ. ഞങ്ങൾ നല്ല സീസണിലാണ് പോയേ, മാർച്ച് മാസം. അതുകൊണ്ട് ആപ്പിൾ പോയിട്ട് ഒരു ഇല പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണങ്ങിയ ആപ്പിൾ തോട്ടമൊക്കെ കണ്ട് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനായി. തിരിച്ചു പോകണ്ടേ, എങ്ങനെ പോകും? കുതിര, ഈശ്വര. വീണ്ടും കുതിരപ്പുറത്ത് റോട്ടിലേക്ക്. ദേ പുറത്തെത്തി. ഞങ്ങൾ നേരെ പോയത് ഷിംലയിലെ മാൾ റോട്ടിലേക്കാണ്. അവിടെ ഒരു പള്ളിയിലൊക്കെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ദേ ഇങ്ങനെ റോഡ് ചുറ്റാനായിട്ട് ഇറങ്ങി. കാണുമ്പോൾ തന്നെ അറിയാലോ, തീരെ തിരക്കില്ലാത്ത സ്ഥലം. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു ഇവിടുത്തെ മെയിൻ ഐറ്റം സിഡ്ഡു ആണ്. ഹായ്, ദേ ബബിൾസ് കണ്ടോ? അപ്പോൾ ദേ ഇതാണ് സിഡ്ഡു.
ഞങ്ങളും കഴിച്ചു വരണം. അങ്ങനെ ഞങ്ങളുടെ ഷിംല യാത്ര കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.